കെ ബാബു തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇനി മത്സരിക്കാനില്ല. തൃപ്പൂണിത്തുറയിൽ നിന്നല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. കോൺഗ്രസിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് ഇത്തരത്തിൽ മത്സരിക്കാനില്ല എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ കെ ബാബുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി കൂടി പരിഗണിച്ചാണ് അദ്ദേഹം സ്വമേധയാ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. നമ്മൾ അതിൽ കാണേണ്ട ഒരു കാര്യം, ഇപ്പൊ തൃപ്പൂണിത്തുറ പക്ഷേ ഇതിനേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും മത്സരിച്ചാൽ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മത്സരിക്കുമെന്ന് പറയുന്നത്. പക്ഷേ കെ ബാബു കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് അദ്ദേഹം 2021 ജയിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങനെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. കോൺഗ്രസ് പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ പൊതുരാഷ്ട്രീയത്തിലോ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. കെ ബാബുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തന്നെ ഒരു താല്പര്യ നഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ കെ ബാബുവിനെ നമ്മൾ ഒരു വാശി തോറ്റ മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചു കാണിക്കണം എന്ന് മാത്രമാണ് കഴിഞ്ഞ തവണ 2021 കാണിക്കുകയും ചെയ്തു. നമ്മൾ അതിൽ കെ ബാബുവിന്റെ ഒരു രാഷ്ട്രീയത്തെ നോക്കുമ്പോൾ കാണുന്നത് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് പരമ്പരാഗതമായി തന്നെ ഇടതുപക്ഷത്തിന്റെ എറണാകുളം ജില്ലയിലെ ഏറ്റവും അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. ആ മണ്ഡലത്തിൽ CPM-ന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ആൾക്കാരെ, എറണാകുളത്തെ എന്നല്ല, ഒരു കാലത്ത് കേരളത്തിലെ തന്നെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായി അറിയപ്പെടുന്നപ്പോൾ നോക്കൂ, MM ലോറൻസിനെയും കെ രവീന്ദ്രനാഥിനെയും അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. CM ദിനേശ് മണിയെയും കെ ചന്ദ്രൻപിള്ളയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഗോപി കോട്ടമുറിക്കലിനെയും പരാജയപ്പെടുത്തി. അപ്പോൾ എറണാകുളത്തെ CPM-ന്റെ എല്ലാമായിരുന്ന നേതാക്കളെ അവരുടെ ഏറ്റവും സേഫായ സീറ്റ്, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മത്സരിക്കാനായി അവർ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിൽ തുടർച്ചയായി തോൽപ്പിച്ചാണ്. 91 മുതൽ അദ്ദേഹം 2011 വരെ തുടർച്ചയായി ജയിച്ചിട്ടാണ് തൃപ്പൂണിത്തുറയുടെ MLA. 2016 ബാർക്കോഴ വിവാദം അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് ആകെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ വിക്ടറി അവിടെ M സ്വരാജ് നേടുന്നത് വരെ വിജയം മാത്രം ഉണ്ടായിരുന്ന ആളാണ് കെ ബാബു. ആ തോൽവിക്ക് അദ്ദേഹം 2021 ജയിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ കെ ബാബുവിനെ സംബന്ധിച്ച് കെ ബാബുവിന്റെ രാഷ്ട്രീയ വിരമിക്കലാണ്. നമുക്കറിയാവുന്നതുപോലെ ഉമ്മൻചാണ്ടിയുടെ വലങ്കയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തനായ, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാവാനും കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ സാമാന്യമായ കാര്യം. ഈ കെ ബാബു മാത്രമൊന്നുമല്ലോ, രണ്ടുപേരെ വിട്ടുപോയിട്ടുണ്ട്. ചെറിയാൻ ഫിലിപ്പ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, ചെറിയാൻ ഫിലിപ്പ് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത്, ചെറിയാൻ ഫിലിപ്പിന് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് കിട്ടില്ല എന്ന് ചെറിയാൻ ഫിലിപ്പിനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. അതായിരിക്കും. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത്, കോൺഗ്രസ്സുകാരിൽ ചെറിയാൻ ഫിലിപ്പ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. VM സുധീരൻ അതുപോലെ അദ്ദേഹം മത്സരിക്കില്ല. പക്ഷെ അദ്ദേഹം ഇപ്പൊ മണലൂരാണുള്ളത്, തൃശ്ശൂർ തന്നെ അദ്ദേഹം സ്റ്റേ ചെയ്യാണ്. പക്ഷെ അദ്ദേഹം മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നേരത്തെ തന്നെ, അതായത് ഏറ്റവും അവസാനം ആലപ്പുഴയിൽ 2004 മത്സരിച്ച് തോക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഇനി ഇല്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ ഏറ്റവും അവസാനം 2004 സോണിയാഗാന്ധി പറഞ്ഞു, നിർബന്ധിച്ചതിന്റെ പേരിലാണെന്ന് പറഞ്ഞ് മത്സരിച്ചു, തോറ്റു. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായിട്ട് നിർത്തിയിരിക്കുകയാണത്. അതാണ് ഞാൻ പറഞ്ഞു, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ ബാബുവിന് പകരക്കാരൻ ആര് എന്നൊരു ചോദ്യമുണ്ട്. രമേശ് പിഷാരിയുടെ പേരൊക്കെ ആദ്യം കേട്ടിരുന്നു. പക്ഷെ ഇനി കോൺഗ്രസ് ആരെ അവിടെ ഡിഫെൻഡ് കൊണ്ടുവരും കെ ബാബുവിന് പകരം എന്നുള്ളൊരു ചോദ്യം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് നഷ്ടപ്പെടാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. CPM പരിഗണിക്കുന്നത് കൊച്ചി മേയറായിരുന്ന അനിൽകുമാറിനെയാണ് എന്ന് കേൾക്കുന്നത്. അനിൽകുമാർ ഒരു നല്ല കാൻഡിഡേറ്റ് ആണ്. കൊച്ചി കോർപ്പറേഷൻ നല്ല രീതിയിൽ വികസനം കാഴ്ചവെച്ച ടൈം പീരീഡ് ആയിരുന്നു. അപ്പം അനിൽകുമാറാണ് അവിടെ വരുന്നതെങ്കിൽ ഒപ്പോസിഷനിൽ ആര് വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കേൾക്കുന്ന രാജു പി നായർ, M ലിജു, പിന്നെ ഇടയ്ക്ക് പിഷാരടി. ഈ പേരുകൾ നേരത്തെ AICCയുടെ പേരിൽ വന്ന പട്ടികയിലും ഈ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ രമേശ് പിഷാരടിയെ ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുമോ? കോൺഗ്രസ് മറ്റ് ചില പരിഗണനകൾ നോക്കുമ്പോൾ അവിടെ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാൻ കഴിയുമോ എന്ന് പ്രശ്നമുണ്ട്. രാജു പി നായരുടെ കാര്യത്തിലാണെങ്കിൽ കെ ബാബു മത്സരിക്കുന്നില്ല എങ്കിൽ പോലും രാജു പി നായർ മത്സരിക്കുന്നതിനോട് കെ ബാബുവിന് അത്ര ഒരു താല്പര്യമില്ല എന്ന് അവിടുത്തെ BJPയുടെ സ്ട്രെങ്ത്തും കൂടി ഇപ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭ പിടിച്ചെടുത്തതാണ്. ഒരു PR ശിവശങ്കർ അല്ലെങ്കിൽ KVS ഹരിദാസ്, ഇവർ രണ്ടുപേരെയാണ് തോന്നുന്നത്. PR ശിവശങ്കറും KVS ഹരിദാസും ഒക്കെ പരിഗണനയിലുണ്ട്. ശിവശങ്കറിനാണ് കൂടുതൽ സാധ്യത. പക്ഷേ BJP പുറത്തു നിന്ന്, അതായത് ഇതുപോലെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളെ, നമ്മൾ നേരത്തെ വട്ടിയൂർക്കാവിന്റെ കാര്യം പറഞ്ഞ പോലെ ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളെ ആലോചിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. 4000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന തൃപ്പൂണിത്തുറയിൽ തുറവൂർ വിശ്വംഭരൻ, KS രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ വന്നപ്പോൾ അത് 28,000 വോട്ടായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഒറ്റയടിക്കാണ് അവർ 25,000 വോട്ട് കൂടിയത്. 10 വർഷം കൊണ്ട് BJP 25,000 തൊട്ട് 30,000 വോട്ട് വരെ വർദ്ധിപ്പിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. നഗരസഭാ പരിസരം അവിടെ മാത്രമാണ്, അല്ലാതെ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ അത്ര BJP ശക്തമല്ല. ഇത്തവണ മാത്രമല്ല, ഇത്തവണ നഗരസഭ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്.